ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അഥവാ MCB-യുമായി ബന്ധപ്പെട്ട് ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ ചേർക്കാൻ കഴിയാതിരുന്ന മറ്റു ചില വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊരു MCB എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ, അതിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അനുശാസിക്കുന്നത്. അങ്ങനെ ഓരോ MCB-യിലും പല മാർക്കിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. അത് എന്തൊക്കെയാണ് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. എല്ലാവർക്കും അതിനുള്ള എല്ലാ മാർക്കിങ്ങും എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് നമ്മൾ ഹാവൽസ് കമ്പനിയുടെ C25 അഥവാ 25 ആംസിൻ്റെ ഒരു DP MCB-യാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഇതിൽ പല മാർക്കിങ്ങുകളും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില എഴുത്തുകളുണ്ട്, ചില ചിത്രങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണ് എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടാവും. ഇതേ പാറ്റേണിലുള്ള മാർക്കിംഗ് തന്നെയായിരിക്കും മറ്റുള്ള MCB-കൾ. ഇപ്പോൾ ബ്രാൻഡ് മാറി വേറെ ഏതെങ്കിലും MCB നമ്മൾ എടുത്താലും അതിലും ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചെറിയ ചില മാറ്റങ്ങളോടെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ MCB-യിൽ എന്താണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഈ MCB-യുടെ മുകളിൽ ആദ്യം കാണിച്ചിട്ടുള്ള ആ കമ്പനിയുടെ ബ്രാൻഡിംഗ് ആണ്. ഏത് കമ്പനിയുടെ MCB ആണോ അവർ അതിനനുസരിച്ചുള്ള ബ്രാൻഡിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഹാവൽസ് ആയതുകൊണ്ട് ഇവിടെ ഹാവൽസിൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നു. അടുത്തത് ഓൺ എന്നെഴുതിയ മാർക്കിംഗ് ആണ്. അത് MCB ഓൺ ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. സപ്പോസ് MCB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്ത് ഓഫ് എന്ന് എഴുതി വരും. ഇനിയിപ്പോൾ വേറെ MCB ആണെങ്കിൽ, വേറെ കമ്പനിയിലാണെങ്കിൽ ചിലപ്പോൾ ഈ ഓൺ ഓഫ് എന്നതിന് പകരം അവർ പച്ചയും ചുമപ്പും കളർ ഉപയോഗിക്കും. അഥവാ ചുമപ്പ് കളറാണെങ്കിൽ MCB ഓൺ ആണ് എന്നും, അഥവാ ഗ്രീൻ കളറാണ് കാണുന്നതെങ്കിൽ MCB ഓഫാണ് എന്നും മനസ്സിലാക്കുന്ന രീതിയിൽ ആ മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് കാണുന്നത് ഇതിൻ്റെ ടെർമിനൽ നമ്പേഴ്സാണ്. അത് MCB-യിൽ വയർ കണക്ട് ചെയ്യുന്ന ആ ടെർമിനൽസിനെ സൂചിപ്പിക്കുന്നു. സാധാരണയായിട്ട് 1, 3, 5, 7 തുടങ്ങിയ ഒറ്റ സംഖ്യ അതെല്ലാം ഇതിൻ്റെ ഇൻകമിങ് സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 2, 4, 6, 8 തുടങ്ങിയവ അതിൻ്റെ ഔട്ട് ഗോയിങ് സൈഡിന്, ലോഡ് സൈഡിലുള്ള വയറിങ്ങിനെയും വയർ കണക്ട് ചെയ്യുന്ന ടെർമിനലിനെയും സൂചിപ്പിക്കുന്നു. ഈ കാണുന്നത് MCB-യുടെ ഒരു കണക്ഷൻ ഡയഗ്രമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളുടെ ഒരു കണക്ഷൻ ഡയഗ്രം, അഥവാ ഇതിൻ്റെ ഇൻകമിങ് ടെർമിനലിനും ഔട്ട് ഗോയിങ് ടെർമിനലിനും ഇടയ്ക്കുള്ള കണക്ഷനാണിത്. ഇത് ആ കണക്ഷനിടയ്ക്ക് എന്തെല്ലാം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക്, എന്തൊക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് എന്നറിയാനായിട്ട് ഈ കണക്ഷൻ ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതിപ്പം ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ ഇതിന് ഐസൊലേഷൻ ഡ്യൂട്ടി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് നമ്മൾ ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിപ്പം ഈ ഹാവൽസിൻ്റെ MCB ആയതുകൊണ്ട് അവർ ഈ സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വേറെ മേക്കിനാണ് പോകുന്നതെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിന് അവർ വേറൊരു സിമ്പിളാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എല്ലാത്തിലും എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് എല്ലാ MCB-കളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ അത് നോക്കിയിട്ടാണ് നമുക്ക് MCB സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും അത് തരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കണക്ഷൻ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത് DP എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഭാഗമാണ്. ഇത് എല്ലാവർക്കും അറിയാം. DP എന്ന് മെൻഷൻ ചെയ്യുന്നത് ഡബിൾ പോൾ എന്നാണ്. MCB-ക്ക് 2 പോൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണത്. ഇനി അഥവാ 3 പോൾ MCB ആണെങ്കിൽ TP എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3P 3P എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ MCB-യിലും അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ DP എന്ന് പറയുന്നത് ഡബിൾ പോൾ എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് ഈ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് നമ്പറാണ്. നമ്മൾ ഈ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് എന്താണ്, ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അഥവാ അവരുടെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ കാറ്റലോഗിൽ നോക്കിയാലും ഈ നമ്പർ നോക്കി നമുക്ക് ഈ പർട്ടിക്കുലർ ഐറ്റം സെലക്ട് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ആ കാറ്റലോഗ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ C25 എന്ന് എഴുതിയിരിക്കുന്നതിൽ C ആണ്. ഈ C എന്തിനെ സൂചിപ്പിക്കുന്നുള്ളതാണ്. ഈ C എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ടൈം കറണ്ട് കർവാണ്. നമുക്കറിയാം സാധാരണയായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് B, C, D, പിന്നെ K, പിന്നെ Z, അങ്ങനെ 4-5 കർവുകളിലുള്ള MCB-കളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത് B, C, D എന്നീ 3 മോഡലുകളാണ്. അതിൽ C ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന MCB എന്ന് പറയുന്നത്. എന്താണ് C, എന്താണ് B, എന്താണ് D എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന വരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അടുത്ത വീഡിയോ മിക്കവാറും അതിനെക്കുറിച്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ മിക്കവാറും അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ അടുത്ത് തന്നെ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. അടുത്തത് 25. അത് സാധാരണ ഈ MCB-യുടെ റേറ്റിംഗ് പറയുന്നത് ആംസിലാണ്. അപ്പോൾ നമ്മൾ പറയും 25 ആംസിൻ്റെ MCB എന്ന് പറയുമ്പോൾ 25 ആംസിൻ്റെ നമുക്കൊരു MCB കടയിൽ നിന്ന് തരും. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്ന 25 ആംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ 25 ആംസ്? പലർക്കും ഉള്ളൊരു മിഥ്യാധാരണയുണ്ട്. ആക്ച്വലി ആളുകൾ അത് കറക്റ്റായിട്ടല്ല മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. ഈ MCB 25 ആംസ് എന്ന് പറഞ്ഞാൽ ഈ 25 ആംസിൽ MCB ട്രിപ്പ് ആവും എന്നുള്ള അർത്ഥത്തിലല്ല അത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ MCB 25 ആംസിൻ്റെ MCB നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 25 ആംസിൽ അത് ട്രിപ്പ് ആവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഈ 25 ആംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോമിനൽ കറണ്ട് റേറ്റിംഗ് ആണ്. അഥവാ ഈ MCB-ക്ക് സേഫായിട്ട് ഡാമേജ് ഇല്ലാതെ
ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഡാമേജ് ഇല്ലാതെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ട്, മാക്സിമം കറണ്ട്, അതാണ് ഈ 25 ആംസ് എന്ന് പറയുന്നത്. അഥവാ ഈ 25 ആംസ് കറണ്ടിൽ നമ്മൾ ഈ MCB ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്താൽ ഈ MCB നശിച്ച് പോകില്ല എന്നുള്ളതാണ് ഈ റേറ്റിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, അപ്പോൾ എത്ര ആംസിലാണ് MCB ട്രിപ്പ് ആവുക എന്നുള്ളത്. അപ്പോൾ ഈ MCB ട്രിപ്പ് ആവണമെങ്കിൽ ISC അനുശാസിക്കുന്ന ചില റേറ്റിംഗ് ഉണ്ട്. മിക്ക MCBകൾ ISC അപ്രൂവ്ഡ് ആയിട്ടുള്ള MCBകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതിൽ പറയുന്ന ഒന്ന് അതിൻ്റെ നോൺ ട്രിപ്പിംഗ് കറണ്ടാണ്. അഥവാ അത് ട്രിപ്പ് ആവാതെ അതിന് മാക്സിമം ഒരു മണിക്കൂർ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ 1.13 ടൈംസ് ആണ്. അഥവാ നമ്മളൊരു 10 ആംസിൻ്റെ MCB എടുക്കുകയാണെങ്കിൽ 11.3 ആംസ് വരെ അതിൽ ഒഴുകുകയാണെങ്കിൽ അത് 1 മണിക്കൂർ വരെ ട്രിപ്പ് ആവാതിരിക്കണം എന്നുള്ളതാണ്. ഇനി അഥവാ അത് കറണ്ട് കൂടി അതൊരു 1.45 ടൈംസ് എത്തിക്കഴിഞ്ഞാൽ അത് 1 മിനിറ്റിനുള്ളിൽ ട്രിപ്പ് ആവണം എന്നുള്ളതാണ്. ഇനി അത് കൂടി നമ്മളത് 2.5 ടൈംസ് ആയിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻറ്റ് ട്രിപ്പിംഗ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ MCBകൾ ട്രിപ്പ് ആവുന്നത്. ഈ കറണ്ട് ഈ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് MCB ട്രിപ്പ് ആവുന്ന കറണ്ടല്ല. അടുത്തതായിട്ട് 10,000 എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗമാണ്. ചില MCBകളിൽ 10,000 എന്നായിരിക്കാം, ചിലതിൽ 6,000, ചിലതിൽ 16,000 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചിലതിൽ അത് 6K അല്ലെങ്കിൽ 10K അല്ലെങ്കിൽ 16K എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ് ആണ്, വിസ്റ്റാൻഡിങ് കറണ്ട് റേറ്റിംഗ്. അഥവാ നമ്മൾ ഈ ആദ്യം 25 ആംസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതിന് എത്ര ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഡാമേജ് ആവാതെ ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യുന്ന സമയത്തും. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ MCB കോൺടാക്ട് ഓൺ ചെയ്യുന്നതും, ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ MCB ഓഫ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, ഡാമേജ് ആവാതെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ് ഈ 10,000 എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ചിലതിൽ 6,000 എന്നായിരിക്കാം, ചിലതിൽ 16,000 എന്നായിരിക്കാം. ചില കമ്പനികളിലത് 6K അല്ലെങ്കിൽ 10K അല്ലെങ്കിൽ 16K എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമുക്ക് MCB സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ചെറിയൊരു കളത്തിലായിട്ട് 3 എന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നുള്ളതാണ്. അത് ഒരു MCBയുടെ എനർജി ലിമിറ്റിംഗ് ക്ലാസ്സാണ്. അത് എല്ലാ MCBകൾക്കും ബാധകമാവണമെന്നില്ല. ISC പോലുള്ള അപ്രൂവലുള്ള MCBകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ എനർജി ലിമിറ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ISC സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ MCBയുടെ, ഇപ്പോൾ സപ്പോസ് ഇത് 25 ആംസിൻ്റെ സി കർവ് 10K റേറ്റിംഗ് ഉള്ള MCB ആണ്. ആ MCBയുടെ ലെറ്റർ എനർജി എന്ന് പറയുന്നത് 1 lakh ആണ്. സോ അത് താഴെയാണെന്നാണ്, 1 lakh താഴെയാണ് എന്നുള്ളതാണ്. സോ ചില MCBകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ല, 3 എന്നോ അല്ലെങ്കിൽ 1 എന്നോ. ചിലതിൽ 1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ചിലതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് ആ ലിമിറ്റേഷന് അകത്ത് വരുന്നില്ല, അഥവാ അതിലെ ലെറ്റർ എനർജി കൂടുതലായിരിക്കാം എന്നുള്ളതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. സോ ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ എനർജി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ കൂടുതൽ സേഫായിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന് ട്രിപ്പ് ആവുന്ന സമയങ്ങളിലും മറ്റും കൂടുതൽ സേഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് MCBക്ക് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ക്ലാസ് 3 MCB ആണ് ഇത് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് ഈ MCBയുടെ കാര്യത്തിൽ ഉള്ള മാർക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇതേ വിവരങ്ങൾ എല്ലാ MCBയിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചിലതിൽ അത് ഫ്രണ്ടിലായിരിക്കാം, ചിലതിൽ സൈഡിലായിരിക്കാം, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ എങ്കിലും മിക്കവാറും എല്ലാം തന്നെ ഇത് ഫ്രണ്ടിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ചുരുങ്ങിയ പക്ഷം ഈ കർവ് അല്ലെങ്കിൽ നോമിനൽ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതിൻ്റെ ക്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ചില MCBകളിലെ ഡയഗ്രാം ഒരു പക്ഷേ കണക്ഷൻ ഡയഗ്രാം ഒരു പക്ഷേ സൈഡിലേക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ഇതാണ് MCBകളുടെ മാർക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ നമുക്കതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. വീണ്ടും ഇത്തരം ചെറിയ ചെറിയ ഇൻഫർമേഷൻസുമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ അത്തരം വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും